നമ്മുടെ ഡെയിലി ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സർക്യൂട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സർക്യൂട്ട് എന്താണെന്ന് ഞാൻ ആദ്യം നമ്മുടെ ടിൻഡർ കാർഡ് ഓപ്പൺ ചെയ്തിട്ട് പറയാം. ഫസ്റ്റ് നമുക്ക് ഇത്രയും ദിവസം ഞാൻ സർക്യൂട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. നമുക്ക് ചെറിയൊരു സർക്യൂട്ട് ആയിരുന്നു. ചെറിയ സർക്യൂട്ട് ആണെങ്കിലും ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർക്യൂട്ടാണ്. അപ്പൊ അതൊന്ന് സർക്യൂട്ട് ചെയ്ത് തന്നെ കാണിക്കാം. ഓക്കെ, അപ്പൊ ക്രിയേറ്റ് എടുത്തു, സർക്യൂട്ട്സ് എടുത്തു. നമ്മുടെ ടിൻഡർ കാർഡ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരാം. ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് എങ്ങനെയാണ് കത്തുന്നതെന്നുള്ള ഒരു സർക്യൂട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് അർഡിനോയുടെ ഹെൽപ്പോടെ ടിൻഡർ കാർഡിൽ എങ്ങനെ ചെയ്യാം? അർഡിനോ. ഓക്കെ, അർഡിനോ യുനോ R3 വേണം. ഒരു ഫോട്ടോ റെസിസ്റ്റർ വേണം. എന്താ വേണം? ഫോട്ടോ റെസിസ്റ്റർ. ഫോട്ടോ റെസിസ്റ്റർ വന്നിട്ടുണ്ട്. അതെടുത്ത് നമ്മളിവിടെ വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഒരു റെസിസ്റ്റർ ആണ് വേണ്ടേ. നമ്മുടെ റെസിസ്റ്ററിന് സ്പെസിഫിക്കേഷൻ ഉണ്ട്. 10 കിലോ ഓം ഉള്ള റെസിസ്റ്റർ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് 2 ബൾബുകൾ വേണം. സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ബൾബല്ലേ കത്തേണ്ടത്. അപ്പൊ നമുക്ക് ബൾബ് വേണം. അപ്പൊ നമുക്ക് ഒന്നല്ല 2 ബൾബുകളാണ് നമുക്ക് കത്തിച്ച് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് 2 ബൾബുകൾ വേണം. ഓക്കെ, നമുക്ക് ഇത്രയും സാധനങ്ങൾ മതി. അർഡിനോയുടെ ഹെൽപ്പോടെ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ. നോക്കിക്കോണേ, ഈ ഇത് കണ്ടോ, ബൾബിന് 2 ടെർമിനൽ ഉണ്ട്. 2 ടെർമിനലിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് നെഗറ്റീവ്, ഏതെങ്കിലും ഒന്ന് നമുക്ക് പോസിറ്റീവ് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത് അറിയോ? നമ്മൾ ഈ ബൾബിന്റെ ഫസ്റ്റ് ടെർമിനലുള്ളിൽ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുക്കാൻ പോവാം. അർഡിനോയുടെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കാൻ പോവാം. ഓക്കെ, ഇനി നമുക്ക് ഈ വയറിന്റെ കളർ ഇങ്ങോട്ട് മാറ്റാം. ഈ ബൾബ് ശകലം ഇങ്ങോട്ട് നീക്കിയാൽ സ്ട്രെയിറ്റ് ആവും നമുക്ക് തോന്നുന്നു. ഓക്കെ, നമുക്ക് വയറിന്റെ കളർ മാറ്റാം. ഗ്രൗണ്ടിൽ കൊടുത്തതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ട് നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ സെക്കൻഡ് ടെർമിനലിൽ കൊണ്ടുവന്ന് നമുക്ക് നമ്മൾ എവിടെ കൊടുക്കുന്ന ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ടൂളിലേക്ക് കൊടുക്കുക കേട്ടോ. ഈ ടൂളിലേക്ക് കണ്ടോ, നമ്മൾ ഇതിന്റെ ഈ വയറിന് വേറെ കളർ കൊടുക്കാൻ പോവാണേ. നമുക്ക് യെല്ലോ കളർ കൊടുത്താലോ? ഓക്കെ, ഇത് നമ്മൾ സെക്കൻഡ് ബൾബിന്റെയും ഫസ്റ്റ് ടെർമിനൽ എടുത്ത് ഗ്രൗണ്ട് ചെയ്യാൻ പോവാം. ഗ്രൗണ്ട് ആവുമ്പോൾ നമ്മൾ എപ്പോഴും ബ്ലാക്ക് കളറല്ലേ കൊടുക്കാറ്. അപ്പൊ അത് നമുക്ക് ഇതും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മള് ഈ സെക്കൻഡ് ടെർമിനൽ നമ്മൾ ഔട്ട്പുട്ട് കൂടെ കൊടുക്കുന്നറിയോ? നമ്മൾ 7ലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, 7ലേക്ക് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോട്ടോ റെസിസ്റ്ററിന്റെ ലെഫ്റ്റ് സൈഡിലെ ടെർമിനലിലേക്ക് നമ്മൾ ഈ റെസിസ്റ്റർ കണക്ട് ചെയ്തു. എന്നിട്ട് ഈ റെസിസ്റ്ററിൽ നിന്ന് കണക്ഷൻ നമ്മൾ ഇവിടെ കൊടുക്കുമെന്ന് അറിയാമോ? അർഡിനോയുടെ വേറൊരു ഗ്രൗണ്ടിലേക്ക് ചേർത്ത് ഗ്രൗണ്ട് ചെയ്യും. പുറത്തേക്ക് വേണ്ടി കൊടുക്കുക. ഓക്കെ, വയറിനെ സ്ട്രൈറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തു. ഓക്കെ, നമ്മൾ ആക്കുന്നത് നമ്മുടെ സർക്യൂട്ട് കാണുമ്പോൾ ഒരു ഭംഗി വരാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മള് ടെർമിനൽ 2ൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന അറിയാമോ? കൊടുക്കും. ഓക്കെ, നമ്മൾ ഇതിനെ കളറൊന്ന് മാറ്റും. ഇത് ഗ്രീൻ ആക്കി. നമ്മൾ ഇവിടെ ഈ വയറിന്റെ കളർ മാറ്റിയില്ല, അത് മാറ്റണം. പർപ്പിൾ കൊടുത്തു. ഓക്കെ, ഇനി നമ്മള് ടെർമിനൽ 1 എന്ത് ചെയ്യുന്ന, ഈ ടെർമിനൽ എന്ത് ചെയ്യുന്ന അറിയാവോ? നമ്മൾ പവർ കൊടുക്കും. ഫോട്ടോറെസിസ്റ്റിന്റെ ടെർമിനൽ എന്ത് കൊടുക്കും? പവർ കൊടുക്കും. ഓക്കെ,
ട്രിം വയറൊക്കെ ഭംഗിക്ക് അറേഞ്ച് ചെയ്യും. ഓക്കെ, റെഡ് കളർ കൊടുക്കും. നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ഇതിനൊരു കോഡ് ഉണ്ടാക്കണം. അപ്പൊ കോഡ് ഞാൻ ടെക്സ്റ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. നമ്മൾ കണക്ഷൻ കൊടുത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നമ്മളെ കോഡ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ സെൻസറിനെ എന്ത് ചെയ്തു, ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു. പിന്നെ സീരിയൽ എവിടെ ബിഗിൻ ചെയ്യണം, നമ്മുടെ പിൻ മോഡ് ഏതൊക്കെ, പിൻ മോഡ് 2-ൽ നമ്മൾ ഫോട്ടോറെസിസ്റ്റിന് ഇൻപുട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടേണ്ടത് പിൻ നമ്പർ 7-ലും പിൻ നമ്പർ 12-ലുമാണ്. നമ്മൾ ലൂപ്പിൽ ഇട്ടിട്ട് സെൻസർ വരുമ്പോൾ ഡീറ്റെയിൽ റേഡർ ഹൈ ആവണമെന്നും, സെൻസ് ചെയ്യുമ്പോൾ ലൈറ്റ് സെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് പകല് വെട്ടം വരുമ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് കത്തരുതല്ലോ അല്ലെ. വെട്ടം മാറി ഇരുട്ടാവുമ്പോഴാണല്ലോ സ്ട്രീറ്റ് ലൈറ്റ് കത്താൻ. അപ്പോൾ ഫോട്ടോറെസിസ്റ്ററിൽ ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാത്തപ്പോൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് സ്ട്രീറ്റ് ലൈറ്റ് കത്താൻ. ആ രീതിയിൽ നമ്മൾ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. നമ്മളെല്ലാം ഡീറ്റെയിൽ റൈറ്റ് 7 ലോയും ഡീറ്റെയിൽ റൈറ്റ് 12 ലോയും, പിന്നെ ആദ്യം ലൈറ്റ് സെൻസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ റൈറ്റ് 7 ഹൈയും ഡീറ്റെയിൽ റൈറ്റ് 12 ഹൈയും ആവണം. പിന്നെ ലൈറ്റ് സെൻസ് ചെയ്യാതെ വരുമ്പോൾ എന്താവണം നമ്മളിപ്പോ പറഞ്ഞു. ലൈറ്റ് സെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ പിന്നുകളൊക്കെ എന്താവണം, ലോ ആയിട്ട് നമ്മുടെ ബൾബ് ഓഫ് ആവണം. ഓക്കെ, ഡൗൺലോഡ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. കോഡ് എടുത്തു, ബോക്സുമായി ടെക്സ്റ്റ് ആക്കി, കണ്ടിന്യൂ കൊടുത്തു. ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്ത് നോക്കിയാലോ? നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് രണ്ടും കത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഫോട്ടോ റെസിസ്റ്റർ എന്താ ലൈറ്റ് ഡിറ്റക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഇരുട്ടാണ്, ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ എന്താ സ്ട്രീറ്റ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഫോട്ടോ റെസിസ്റ്റർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് ഇല്ലാത്തപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇപ്പൊ കത്തി നിൽക്കുമല്ലേ, ഇവിടെ ഇപ്പൊ ഇരുട്ടാണ്. ഇങ്ങനെ നീക്കി 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 ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ ബൾബ് ഓഫ് ആയത് കണ്ടോ, ഈ പോയിന്റ് ചെയ്ത് ബൾബ് ഓഫ് ആയത് കണ്ടോ. ഇപ്പൊ നമുക്ക് നമ്മുടെ റെസിസ്റ്റർ എന്ത് ചെയ്യുന്നു, ലൈറ്റ് ഡിറ്റക്ട് ചെയ്യുന്നു. ലൈറ്റ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് കത്തത്തില്ല. ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാത്തപ്പോഴാണ് സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നത്. ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർഡിനോ ഇൻ യൂസിങ് ടിങ്കർഗാഡ്. അപ്പൊ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ റോഡിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ സ്വന്തമായിട്ട് കത്തിക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്ത് കത്തിച്ചൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.